ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും IRCTC ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും ആവശ്യമാണ്. അതിനായിട്ട് നമ്മൾ രജിസ്റ്റർ യൂസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മളെ മറ്റൊരു സൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. IRCTC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൈറ്റാണിത്. ഇതിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും അതുപോലെ നെയിമും ഫുൾ നെയിമും ഒക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഞാനൊരു യൂസർ ID ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ പേര് ഫുൾ നെയിം ആഡ് ചെയ്യുന്നു. പിന്നീട് ഒരു പാസ്വേഡ് ആഡ് ചെയ്യുകയാണ്. ആ പാസ്വേഡ് അറ്റ്ലീസ്റ്റ് 12 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഈ പാസ്വേഡിൽ നമ്പരും അതുപോലെ സ്മോൾ ലെറ്റർ അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എന്നിവയെ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നീട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ IDയും അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പരും ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഇമെയിലിൽ നിന്നും അതുപോലെ ഒരു മൊബൈൽ നമ്പറിൽ നിന്നും നമുക്ക് ഒരേ ഒരു IRCTC അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആഡ് ചെയ്ത് കഴിയുമ്പോൾ OTP സെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നമ്മൾ OTP അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപ്ചയും ആഡ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. അടുത്ത പേജിലായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഇയർ, മന്ത് അതുപോലെ ഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിൻകോഡ് അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റും അതുപോലെ ബാക്കിയുള്ള അഡ്രസ്സ്, പോസ്റ്റൽ അഡ്രസ്സൊക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലായി വരുന്നതാണ്. അതിനുശേഷം ബ്ലൂടിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ IRCTC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോവുക. ആപ്പ് തുറന്ന് വീണ്ടും നമ്മുടെ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ പേജിൽ നമുക്ക് കാണാം ലോഗിൻ യൂസിങ് OTP എന്നുള്ളത് ഓപ്ഷൻ കാണാം. അതുവഴിയും നമുക്ക് ലോഗിൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് ക്യാപ്ച ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു പിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് രണ്ടാമതും അടിച്ച് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ്. പിന്ന് സെറ്റ് ചെയ്തതോടുകൂടി നമ്മൾ ആപ്ലിക്കേഷനിൽ ലോഗിൻ ആയി കഴിഞ്ഞു. പിന്നീട് നേരെ ബുക്കിംഗ് ടിക്കറ്റിലേക്ക് പോവുകയാണ്. ശേഷം നമ്മൾ ഫ്രം ആൻഡ് ടു ആണ് ആഡ് ചെയ്യുന്നത്. ബോർഡിംഗ് പോയിന്റ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിന്റ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ബോർഡിംഗ് പോയിന്റ് നമ്മൾ കോട്ടയം കൊടുക്കുകയാണ്. ഡ്രോപ്പിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. പിന്നീട് ഡേറ്റ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഏത് ദിവസമാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പല പല ട്രെയിനുകളും അതിലെ ഓരോ കോച്ചുകളും നമുക്ക് വേണ്ട കോച്ചുകളും കാണാം. അത് സെലക്ട് ചെയ്യുക. ശേഷം പാസഞ്ചർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക. പേര് അതുപോലെ ഏജ് അതുപോലെ നമ്മുടെ ജെൻഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് എന്തെങ്കിലും പ്രിഫറൻസ്, നമ്മുടെ സീറ്റ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൺഫേം കൊടുക്കുക. യാത്രയിൽ കൂടെയുള്ള ആളുകളുടെ പേരുകൾ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി കൊടുത്തിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഡേറ്റ്, സമയം അതുപോലെ സീറ്റ് നമ്പർ, ട്രെയിൻ നമ്പർ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ക്യാപ്ച ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ആകെ തുക എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നീട് പ്രൊസീഡ് ടു പേ കൊടുക്കുക. പിന്നീട് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് Paytm ഉണ്ട്, അതുപോലെ പല ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫോൺ പേ ഉപയോഗിച്ചും Paytm ഉപയോഗിച്ചും ഗൂഗിൾ പേ ഉപയോഗിച്ചും നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം നമ്മുടെ ഹോം സ്ക്രീനിലെ മൈ ബുക്കിംഗ് എന്ന ഓപ്ഷനിൽ നമുക്ക് ടിക്കറ്റ് കാണാവുന്നതാണ്.